ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ജിഞ്ചർ ലെമൺ സ്ക്വാഷും കൂടെ തന്നെ 5 വ്യത്യസ്ത രുചികളിലുള്ള നാരങ്ങ വെള്ളവുമാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്ക്വാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 3 കപ്പ് അളവിലാണ് പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് 200 ഗ്രാം അളവിലാണ്. ഈ 3 കപ്പ് അളവിൽ പഞ്ചസാരയ്ക്കും കൂടി നമുക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി നന്നായിട്ടൊന്ന് തിളച്ച് വരികയാണ്. പഞ്ചസാര കംപ്ലീറ്റ് ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. അത് ഉരുകി കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ ഇത്രയും കട്ടിക്കായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്, ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെക്കുകയാണ്. ഇനി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ചതച്ചെടുത്ത ഇഞ്ചിയും കൂടി. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കുന്നത്. അതല്ലാതെ ഇഞ്ചിയുടെ പേസ്റ്റോ അല്ലാതെ നമ്മളിപ്പോൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത ഒന്നും ചേർക്കരുത്, ചതച്ച് തന്നെ ചേർക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അരിയല്ലോ, അങ്ങനെ അരിഞ്ഞും ചേർക്കരുത്. എങ്കിൽ പിന്നെ ആ ഇഞ്ചിയുടെ ആ ഫ്ലേവർ ഒന്നും കറക്റ്റായിട്ട് ആയിരിക്കില്ല നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ പേരിൽ ചതച്ച് തന്നെ ഒന്ന് ചേർത്തേക്കണം. ഒരു 75 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇഞ്ചി ചതച്ചത് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ട് കിട്ടണം നമ്മുടെ ഷുഗർ സിറപ്പ് വന്നിട്ട്. നമ്മൾ ഇതുപോലെ ഒരു സ്ക്വാഷ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെല്ലാം നമുക്ക് വ്യത്യസ്ത ടേസ്റ്റിലുള്ള നാരങ്ങ വെള്ളം വേണമോ അപ്പോഴെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാകേണ്ടത്. അതായത് ഒരു സ്ട്രിങ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതുപോലെ 1 കപ്പ് അളവിൽ നാരങ്ങ നീര് കൂടി. അതായത് 15ഓളം നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളമൊന്നും ചേർക്കാതെ വേണം, കംപ്ലീറ്റ് നാരങ്ങ ജ്യൂസ് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ ഒരു ബൗളിലേക്ക് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ നാരങ്ങയുടെ ചെറിയൊരു കുരുവും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു ചതച്ചിട്ടതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറാനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതായത് ഗ്ലാസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം പിന്നീട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം ഒരു 2 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നാരങ്ങ വെള്ളം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള കസ്കസ് ചേർത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സ്ക്വാഷ് കൂടി നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള സ്ക്വാഷ് ചേർക്കാം. അപ്പോൾ ഒരുപാട് ചേർക്കരുത്, കാരണം നമ്മുടെ ഈ നാരങ്ങയുടെ ആ പുളിപ്പ് ഇഞ്ചിയുടെ ആ ഒരു എരിവൊക്കെ ഒരുപാടുണ്ടാവും. അതായത് കുറച്ച് പുളിയും എരിവൊക്കെ മതിയെന്നുള്ളവർ കൂടുതലായിട്ട് പഞ്ചസാര ചേർക്കാം. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു അളവിലാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി നമ്മുടെ തണുപ്പിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് വാട്ടറോ സാധാരണ വെള്ളമോ ഒന്ന് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കില്ലേ, അതായത് ഉടൻ തന്നെ നാരങ്ങ ഇഞ്ചിയൊക്കെ പിഴിഞ്ഞ് ചേർത്തിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കില്ലേ, അപ്പോൾ അതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് നമ്മുടെ ഈ നാരങ്ങ വെള്ളം കിട്ടുന്നത്. ഇനി നമ്മുടെ അടുത്ത നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെമൺ സ്ക്വാഷും കൂടി. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഐസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റായിട്ടുള്ള ഒരു സ്പൈസ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
വളരെ റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമ്മുടെ അടുത്ത നാരങ്ങ വെള്ളം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ് ഒന്ന് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ നാരങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈം സ്ക്വാഷും കൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പ്ലെയിൻ സോഡയാണ്. അതുകൂടി നമുക്ക് ഗ്ലാസ്സിലേക്ക് ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 3 തരത്തിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ സ്ക്വാഷ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലുള്ള നാരങ്ങ വെള്ളം വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതായിട്ടാണ്. ഇനി നമുക്ക് 2 കുലുക്കി സർബത്തും കൂടി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ കുലുക്കി സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് സബ്ജ സീഡാണ്. അപ്പോൾ കസ്കസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണിത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുതിർത്തെടുക്കണം. ഒരു 5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്കൊന്ന് ചേർത്തേക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പെരുകി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് അത്യാവശ്യം ഇതുപോലെ നമ്മൾ 2 ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിലും തീരെ ചെറിയ ബൗൾ എടുക്കരുത്. അത്യാവശ്യം വലിയ ബൗളിൽ തന്നെ നമ്മളൊന്ന് ചേർത്തേക്കണം. ഒരു 5-6 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ കണ്ട നമ്മളിങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അതിങ്ങനെ കുതിർന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ ഈ സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബോട്ടിലൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ സ്റ്റീലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വട്ടപാത്രം ആണെന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല. അതിനൊരു അടപ്പ് വേണം, അതൊന്ന് അടച്ചു വെക്കാനായിട്ട്. കാരണം നമ്മൾ കുലുക്കി എടുക്കേണ്ടതാണ്, അതിന് വേണ്ടി മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു കപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കുലുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ അടപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ്, അതായത് ഇങ്ങനെ സർബത്തൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് സർബത്ത്. 1 ഗ്ലാസ് സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ, അത്യാവശ്യം വലിയ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ കസ്കസാണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയിട്ട് ഇതാ കുതിർത്ത് വെച്ചിരിക്കുന്ന എല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു അളവിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനാണ് നമ്മളൊരല്പം പുതിനയില ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം മാത്രം ഇഞ്ചിയുടെ ജ്യൂസും കൂടിയാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. അങ്ങനെ മിക്സിയിലിട്ട് അടിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒരല്പം മാത്രമേ, ഒരു ഗ്ലാസ്സിലേ ഉള്ളൂ, വളരെ കുറച്ച് മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പീസ് അളവിൽ നാരങ്ങയും കൂടി നമുക്ക് വേണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നാരങ്ങ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സർബത്തിൻ്റെ മെയിനായിട്ടുള്ള പച്ചമുളകും കൂടി ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം വന്നിട്ട് ചെറുതായിട്ടൊന്ന് വകന്നു കൊടുത്തിട്ടേ ഉള്ളൂ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 2 പച്ചമുളക് ചേർക്കുന്നത്. ഒരല്പം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അറ്റം ചെറിയ രീതിയിലൊന്ന് വകന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരുപാട് എരിവ് ഇതിലേക്ക് ഇറങ്ങില്ല, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പും കൂടി, അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മുടെ തണുപ്പിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളിതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞതുപോലെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിതുപോലെ കുലുക്കിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ വേണമെന്നൊന്നും ഒരു ആവശ്യമില്ല. 30 സെക്കൻഡിന് ശേഷം പിന്നീട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ടാവും. ഇത് ഉടൻ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് ഉടൻ തന്നെ നമ്മളിതൊന്ന് കുടിച്ചേക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം നമുക്കങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും നമ്മളത് തയ്യാറാക്കിയ ഉടനെ തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ അടുത്ത സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ പകുതി അളവിലെ നാരങ്ങയുടെ ജ്യൂസാണ്, അത് ചേർക്കാം.
അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്, അതും ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കസ്കസ് കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പീസ് അളവിൽ നാരങ്ങയും കൂടിയാണ്, അപ്പം അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസും കൂടിയാണ്. ഒരു 1/4 കപ്പിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, ഒരുപാട് ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ. കൂടെ തന്നെ കുറച്ച് ഗ്രേപ്സിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ഇതിനൊന്ന് കുലുക്കിയെടുക്കാം നമുക്ക്. നന്നായിട്ടൊരു 30 സെക്കൻഡ് നമ്മളൊന്ന് കുലുക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേപ്പ് കുലുക്കി സർബത്ത് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു സർബത്താണ് കേട്ടോ. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഈ 5 വ്യത്യസ്ത രുചികളിലുള്ള നാരങ്ങ വെള്ളവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം.